ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും. എന്നാൽ ഈ രാജ്യത്തേക്ക് വരാൻ വളരെ നിസ്സാരമായൊരു തുക മാത്രം മതി. ഈ രാജ്യത്ത് ജോലിക്കായി എത്തുന്നവരെല്ലാം സാധാരണക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ രാജ്യത്ത് എങ്ങനെ എത്താം എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റും 27ാമത്തെ സെക്കൻഡ് മുതൽ കണ്ടാൽ മതി. പക്ഷേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ മുതൽ കണ്ടു തുടങ്ങുക. ഈ കുറഞ്ഞ സമയം കൊണ്ട് പൂർണ്ണമായും ഈ രാജ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതെ, കുറച്ചു നാളായി നിങ്ങൾ അർമേനിയ എന്ന് കേൾക്കുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട് വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ളത്. അതിന് അർമേനിയ എന്നൊരു രാജ്യം നല്ലതാണോ? ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം ഉറപ്പായും കിട്ടിയിരിക്കും. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതൊരു രാജ്യത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ രാജ്യത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. യൂറോപ്പിന്റെ ഏഷ്യയുടെയും അതിർത്തികളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കരബന്ധിതമായ രാജ്യമാണ് അർമേനിയ. ജോർജിയ, അസർബൈജാൻ, ഇറാൻ, തുർക്കി എന്നീ രാജ്യങ്ങളാണ് അർമേനിയയുമായി അതിർത്തി പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ അർമേനിയയിലേക്കുള്ള ചരക്ക് നീക്കം കൂടുതലായി നടക്കുന്നത് ഇറാനും ജോർജിയയും വഴി തന്നെയാണ്. ഇനി നമുക്കറിയേണ്ടത് അർമേനിയയിലെ ജോലി സാധ്യതകളെ കുറിച്ചാണ്. നമ്മളൊരു രാജ്യത്തേക്ക് ജോലിക്കായി പോകുമ്പോൾ ആ രാജ്യത്തെ കാലാവസ്ഥയെക്കുറിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അർമേനിയയിൽ വേനൽക്കാലത്ത്, അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ 22 ഡിഗ്രി മുതൽ 36 ഡിഗ്രി വരെയാണ് മാക്സിമം താപനില. അതായത് ഗൾഫ് രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുറവ്. ഡിസംബർ മുതൽ മാർച്ച് പകുതി വരെയാണ് ശൈത്യകാലം ആരംഭിക്കുക. -15 മുതൽ -17 ഡിഗ്രി വരെയാണ് ഏറ്റവും കുറഞ്ഞ താപനില. ഇത്രയും തണുപ്പിൽ നമുക്ക് ഇവിടെ കഴിഞ്ഞു പോകാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അമിതമായ മഞ്ഞുവീഴ്ച കാരണം നമുക്ക് ചെറിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണെങ്കിലും ഒരുപാട് സമയം നമുക്ക് ആവശ്യമായി വരുന്നു. അതുകൊണ്ട് തന്നെ ശൈത്യകാലത്ത് ജോലിക്ക് പോകുന്നത് നമുക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ മഞ്ഞുകാലം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരും ഇനി കാണാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും അർമേനിയ. മഞ്ഞുകാലത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളതും നമുക്ക് പോകാൻ കഴിയുന്നതുമായ 3 നഗരങ്ങളാണ് ദിലിജാൻ, ഗുമ്രി, സെവാൻ എന്നീ സ്ഥലങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അർമേനിയയിലെ കാലാവസ്ഥ മനസ്സിലായി. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇവിടുത്തെ ജോലികൾ എന്തൊക്കെയാണെന്നാണ്. പ്രധാനമായും നമുക്ക് ഫാക്ടറി ജോലികൾ നോക്കാം. അർമേനിയയിൽ ഒരുപാട് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു കമ്പനി പോലും നമുക്ക് വർക്ക് പെർമിറ്റ് തരുന്നില്ല. അതിന്റെ കാരണം അർമേനിയ എന്ന രാജ്യം നമുക്ക് തരുന്നത് എൻട്രി വിസ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്കില്ലഡ് ആയിട്ടുള്ള ജോലികൾ നമുക്കിവിടെ ലഭിക്കുകയില്ല. നമ്മൾ ഏതെങ്കിലും കമ്പനികളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എത്ര മാസത്തെ സാലറി വേണമെങ്കിലും അവർക്ക് പെൻഡിങ്ങിൽ വെക്കാം. കാരണം എൻട്രി വിസയിൽ വന്ന് നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലീഗലി മൂവ് ചെയ്യാനോ ഇന്ത്യൻ എംബസിയിൽ പരാതിപ്പെടാനോ സാധിക്കുന്നില്ല. ഈ ഒരു കാര്യം പല കമ്പനികളും ഇവിടെ മുതലെടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് കാര്യം എന്തെന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനികളിൽ നിന്ന് നമുക്ക് TRC കാർഡ് ലഭിക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് നാട്ടിലെ 40,000 രൂപയോളമാണ് ചെലവ് വരുന്നത്. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്ന് പറയുന്നത് യാൻഡെക്സ് ഡെലിവറിയാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം എത്ര സമയം വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം, വർക്ക് ചെയ്യാതിരിക്കാം. അതാണ് ഡെലിവറി ജോബിന്റെ ഒരു പ്രത്യേകത. റഷ്യൻ കമ്പനിയായ യാൻഡെക്സിൽ എന്തൊക്കെ സേവനങ്ങളാണ് അർമേനിയയിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഐറ്റം ഡെലിവറി. വളരെ ചെറിയ സാധനങ്ങൾ, അതായത് ചെറിയ രേഖകൾ, ചെറിയ ചെറിയ പാക്കേജുകൾ, ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിനെ ഐറ്റം ഡെലിവറി എന്ന് പറയുന്നു. രണ്ടാമതായി നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി, സൊമാറ്റോ പോലെ ഫുഡ് ഡെലിവറിയാണ്. റെസ്റ്റോറന്റുകളിൽ നിന്നും കഫേകളിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കുന്ന ഒരു സേവനമാണിത്. യാൻഡെക്സ് ഈറ്റ്സ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മൂന്നാമതായി ഗ്രോസറി ഡെലിവറി. പലചരക്ക് സാധനങ്ങളും മറ്റു നിത്യോപയോഗ സാധനങ്ങളും വേഗത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയാണിത്. അർമേനിയയിൽ യാൻഡെക്സ് ID ഓപ്പൺ ആക്കാൻ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യൻ ലൈസൻസും 15,000 അർമേനിയൻ ഡ്രാംസും മാത്രം മതി. നമുക്കിപ്പോൾ ഏകദേശം ഈ 2 ജോലികളെ കുറിച്ചുള്ള ചെറിയൊരു അറിവ് കിട്ടി. അടുത്തതായി നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത് കൂലിപ്പണി തന്നെയാണ്. പാടത്ത് ജോലി, വരമ്പത്ത് കൂലി എന്നൊരു ആശയം പോലെ തന്നെ നമ്മൾ രാവിലെ മുതൽ ജോലിക്കിറങ്ങി വൈകുന്നേരം ആകുമ്പോൾ തന്നെ അന്ന് ചെയ്ത പണം ലഭിക്കും. പക്ഷേ ഇത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജോലി തന്നെയാണ്. ഓരോ വിയർപ്പ് തുള്ളിക്കും ഓരോ കഥയുണ്ടെന്ന് പറയുന്നത് പോലെ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രതിസന്ധികളെയും മറികടക്കാനാകും. അർമേനിയയിലെ കൂലിപ്പണികൾ എന്താണെന്നും എങ്ങനെയുള്ളതാണെന്നും ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഓരോ ദിവസം കിട്ടുന്ന വ്യത്യസ്തമായ ജോലികൾ വളരെ വിശദമായി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അർമേനിയയിലെ കൂലിപ്പണിക്ക് വളരെയധികം പണം ലഭിക്കുമെങ്കിലും ഒരു മാസത്തെ വരുമാനം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അതിന്റെ കാരണം ഒരു മാസത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഈ ജോലി ലഭിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അർമേനിയയിലെ എല്ലാ ജോലികളുടെയും ഒരു ഏകദേശ ധാരണ കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഇവിടുത്തെ ഭക്ഷണ രീതികളും താമസവും അതിനെത്ര ചിലവ് വരും എന്നുള്ളതാണ്. ചിലവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഇവിടുത്തെ പണത്തിന്റെ മൂല്യം എത്രയാണെന്ന് നോക്കണം. ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു അർമേനിയൻ ദ്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വെറും 22 പൈസയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാ സാധനത്തിനും ഒരുപാട് പണമാകില്ലേ എന്ന് തോന്നും. പക്ഷേ ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ ചിലവ് എന്ന് പറയുന്നത് വെറും 15,000 മുതൽ 20,000 അർമേനിയൻ ഡ്രംസ് മാത്രമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 4,000 രൂപ. ഇവിടെ നമുക്ക് ഒരുപാട് ഇന്ത്യൻ മാർക്കറ്റുകൾ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് 1 കിലോ അരിക്ക് 550 ഡ്രാംസ് മുതലാണ് വില വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ 122 രൂപ. അർമേനിയ എന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളും വളരെയധികം ലഭിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വളരെ വില കൂടുതലിൽ കിട്ടുന്ന പഴങ്ങളെല്ലാം ഇവിടെ വില വളരെ കുറവ് തന്നെയാണ്. ഇനി നമുക്ക് അർമേനിയയിൽ താമസിക്കാനായി ഒരു മാസത്തേക്ക് എത്ര ചെലവ് വരും എന്ന് നോക്കാം. ഒരുപാട് ഇന്ത്യൻ ഹോസ്റ്റലുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ റൂമിന് വേണ്ടിയുള്ള ഒരു മാസത്തെ ചിലവ് എന്ന് പറയുന്നത് 30,000 മുതൽ 35,000 അർമേനിയൻ ഡ്രംസ് മാത്രമാണ്. അതായത് നമ്മുടെ നാട്ടിലെ 7,000 മുതൽ 8,000 രൂപ വരെ. ഇപ്പോൾ നമുക്ക് അർമേനിയയിലെ ജോലി എന്താണെന്നും എത്ര രൂപ കിട്ടുമെന്നും ഇവിടുത്തെ ചെലവുകൾ എന്തൊക്കെയാണെന്നും ഏകദേശ ധാരണ കിട്ടി. ഇനി നമുക്ക് പ്രധാനമായി
അറിയേണ്ടത് ഒരു മാസത്തിൽ നമുക്ക് നാട്ടിലേക്ക് എത്ര രൂപ അയക്കാം എന്നുള്ളതാണ്. അർമേനിയയിലെ പല ഫാക്ടറികളിലും 7000 ഡ്രംസും പുറത്തെ ജോലികൾക്ക് 8000 ഡ്രംസുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു മാസത്തിൽ 25 ദിവസം കണക്ക് കൂട്ടുകയാണെങ്കിൽ 1,80,000 മുതൽ 2,00,000 ഡ്രംസ് വരെയാണ് ഒരു മാസത്തിൽ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ 40,000 മുതൽ 45,000 രൂപ വരെ. ഇതിൽ നമുക്ക് ഭക്ഷണത്തിന്റെ റൂമിന്റെ ചിലവ് കഴിഞ്ഞ് മാക്സിമം കിട്ടുന്നത് 33,000 രൂപ മുതൽ 35,000 രൂപ വരെ മാത്രമാണ്. ഇപ്പോൾ അർമേനിയയെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് മാറി. ഇനി നമുക്ക് അർമേനിയയിൽ എങ്ങനെ വരാം, അതിന് എത്ര പണമാണ് ചിലവായിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ നമുക്ക് നോക്കാം. പല ഏജൻസികളും അർമേനിയയിൽ വരാനായി ഒരാളുടെ കയ്യിൽ നിന്ന് 1.5 ലക്ഷമാണ് വാങ്ങുന്നത്. എന്നാൽ നമുക്ക് ഏറെ പ്രയോജനകരമായി തോന്നുന്ന ഒരു തുക എന്ന് പറയുന്നത് 1,20,000 മാത്രമാണ്. പക്ഷേ അർമേനിയയിൽ വരാനായി 60,000 രൂപ മാത്രമാണ് ആകെ ചിലവ് നമുക്ക് വരുന്നത്. പല ആളുകളും ഏജൻസികളും ഇതിന്റെ ഇരട്ടി തുക വാങ്ങുന്നു എന്ന് മാത്രം. പക്ഷേ നിങ്ങൾ തന്നെ ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഇത്രയും തുക മുടക്കി അർമേനിയയിൽ വരണോ എന്നുള്ളത്. അർമേനിയയിലേക്കുള്ള വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസമാണ് നമുക്ക് വിസ പ്രോസസിംഗ് ടൈം ആയിട്ട് വരുന്നത്. എന്നാൽ ഇത് പല കാരണത്താൽ ദിവസങ്ങൾ നീണ്ടുപോകുന്നു. അർമേനിയയിലേക്കുള്ള എൻട്രി വിസ എടുത്തു കഴിഞ്ഞാൽ 21 ദിവസവും 120 ദിവസവും മാത്രമാണ് നമുക്ക് ഇവിടെ ലീഗലി നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ 120 ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും നമുക്ക് പുറത്തിറങ്ങാനേ കഴിയില്ല. എന്നാൽ അർമേനിയ പോലൊരു രാജ്യത്ത് ഇതൊരു പ്രശ്നമേ ഇല്ല. ഇവിടെ വർഷങ്ങളായി നിൽക്കുന്ന ആളുകളെല്ലാം 21 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള വിസ എടുത്ത് വന്നവർ മാത്രമാണ്. ഈ കാര്യമെല്ലാം ഇവിടുത്തെ ഗവൺമെന്റിന് പൂർണ്ണമായി അറിയുകയും ചെയ്യാം. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ 50,000 അർമേനിയൻ ഡ്രംസ് ഫൈനായി കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ 10,000 രൂപ. ഈ പണം നമ്മൾ എയർപോർട്ടിൽ അടയ്ക്കാതെയാണ് നാട്ടിലേക്ക് വരുന്നതെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൽ അവർ ഡീപ്പോർട്ട് ചെയ്യുകയും 1 വർഷത്തേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. ഇനി നമുക്ക് പ്രധാനമായി അറിയേണ്ടത് അർമേനിയയിൽ വരാൻ ഇംഗ്ലീഷ് അറിയണോ എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു വെക്കുന്നത് ഏറെ ഉപകാരമാണ്. എന്നാൽ നമുക്ക് അർമേനിയയിൽ ഒരു സ്ഥലത്തും ഇംഗ്ലീഷ് പറയേണ്ടതായി വരുന്നതേയില്ല. ഇംഗ്ലീഷ് അറിയില്ല എന്ന കാരണത്താൽ നമുക്ക് വിസ റിജക്റ്റ് ആവുകയുമില്ല. നമ്മൾ അർമേനിയ എന്ന രാജ്യത്തേക്ക് വരുന്നത് ദുബായ് അല്ലെങ്കിൽ ഷാർജ എയർപോർട്ട് വഴിയാണ്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യം ചെറിയ രീതിയിൽ വന്നേക്കാം. അതിന്റെ കാരണം അർമേനിയ എന്നൊരു രാജ്യത്തേക്ക് വരാൻ നമ്മൾ കുറഞ്ഞത് $500 പണമെങ്കിലും കരുതേണ്ടതുണ്ട്. ഈ പണം നമ്മുടെ കൈവശമുണ്ടോ എന്നൊരു ചോദ്യത്തിന് നമ്മൾ തൃപ്തികരമല്ലാത്ത മറുപടി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മുടെ യാത്രയെ തടസ്സം ചെയ്തേക്കാം. അർമേനിയയിൽ വരാനായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വളരെ ചൂട് കുറഞ്ഞ കാലാവസ്ഥ തന്നെയാണ് എല്ലാവരെയും ആകർഷിക്കുന്നത്. ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള അർമേനിയയിൽ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണുള്ളത്. അതുമാത്രമല്ല നമ്മൾ ജോലി ചെയ്യുന്ന പണം അതുപോലെ തന്നെ നാട്ടിലേക്ക് അയക്കാനാകും. കാരണം ഇവിടെ ടാക്സ് കൊടുക്കേണ്ടതില്ല. അർമേനിയയിലെ പ്രധാന പോരായ്മ എന്തെന്നാൽ ഇവിടെയുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയില്ല. ഇത് ആദ്യമായി അർമേനിയയിൽ എത്തുന്ന ഒരാൾക്ക് ഇവിടെയുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുന്നതിൽ വലിയൊരു പ്രശ്നം നേരിടേണ്ടി വരുന്നു. അർമേനിയയെക്കുറിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നിയാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അർമേനിയയിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണം ലഭിക്കുന്നത് എങ്ങനെയെന്നറിയാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റ് വീഡിയോകൾ കാണാൻ ശ്രമിക്കുക.